പെണ്ണുങ്ങളുണ്ടല്ലോ ഇവിടെ. മനെ എന്തുവാ നീ പോയി ആ പങ്കജാക്ഷി എല്ലാം ചെവിയിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് വേണം. ഞാൻ വിളിച്ചിട്ട് എവിടെ നോക്കട്ടെ, എവിടെ പോയി കിടക്കുന്നോ ശരിയാണ്. ഹലോ 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 എന്താ നീ എന്ത് പണിയാടാ കാണിക്കുന്നേ? എന്താ കുഴപ്പമുണ്ട്? എടാ ഞാൻ ഇതിനകത്ത് ഒരു പ്രാവശ്യം പറയുമ്പോഴേ 5-6 പ്രാവശ്യം വെളിയിൽ കേൾക്കുന്നേ. എന്റെ പൊന്നിയേച്ചി അത് എക്കോയാ. എന്തോ ഈ പരിപാടി ഒന്ന് ഭംഗിയായിക്കോട്ടെ കൊണ്ടുവന്നാ. എന്നല്ലേ അവനെ പിടിച്ച് മാറ്റിട്ടേ നീ കയറി വർക്ക് ചെയ്യും. എടാ അവന്റെ വർക്ക് കൊള്ളത്തില്ലെന്ന്. പിന്നെ അവന്റെ കാശ് നീ തന്നെ കൊടുത്തോളും. പിന്നെ പരിപാടി കഴിയുമ്പോ എക്കോടെ കാശ് എന്ന് പറഞ്ഞാൽ എന്റെ വർഗം നിൽക്കരുത്. നല്ല വിവരം. പെണ്ണുങ്ങളുടെ പരിപാടിയാണ് നമ്മുടെ ചാടിത്തുള്ളി വന്നതാ. ഞങ്ങൾ നീ കിടക്കുന്നു. എവന്മാർക്ക് എവിടെ പോയി കിടക്കുമ്പോ ഒരു ഒരുക്കമായില്ല. ആര് പറഞ്ഞ ചേച്ചി ഒരുങ്ങിയിട്ടില്ലെന്ന്? ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നേക്കുന്നേ. എങ്ങനെയുണ്ട് ചേച്ചി? നീ ഒരുക്കുന്ന കാര്യമല്ല, പിന്നെ സ്റ്റേജ് ഒരുക്കുന്ന കാര്യമാണ്. അതിപ്പോ ശരിയാക്കാന്നേ. എടിയാണോ നീ? എന്തിയാ പങ്കജാക്ഷിയൊക്കെ? നീ ഒന്ന് അവളെ വിളിച്ചേ. എന്റെ ചേച്ചി ഞാൻ വിളിച്ചാൽ അവള് വരുമോ? അവളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാൻ പറ്റേ. 24 മണിക്കൂർ മൊബൈൽ ചെവി വെച്ച് നടക്കലല്ലേ അവളുടെ പണി തന്നെ. എന്താടാ നീ ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കുന്നത്? ഓ അതൊരു റോങ് നമ്പർ ആയിരുന്നേ. മണിക്കൂറുകളാണ് വിളിക്കാൻ തുടങ്ങിയത്. പങ്കജാക്ഷി, എനിക്ക് നിന്റെ ഈ സ്വഭാവം തീരെ പിടിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്നെ പങ്കജാക്ഷി എന്നൊന്നും വിളിക്കരുതെന്ന്. മിസ് പങ്കു, സ്നേഹമുള്ളവരെ നീ പങ്കീന്ന് വിളിക്കും. പക്ഷെ ഈ മുഖത്തിന് ചേരുന്ന പേരെ മങ്കീന്ന. ഇത് പൊക്ക മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ മെമ്പർ കണി വെച്ച മാല എന്തിടി? അയ്യോ, ഇത് മെമ്പർ കണിയാനുള്ള മാലയിരുന്നോ? പിന്നെ ഞാൻ വിചാരിച്ചോ നമുക്ക് എല്ലാവർക്കും കൂടി തലേ ചൂടാനുള്ളതാണെന്ന്. തോന്നിയോട് മാറിക്കൊണ്ട് ഞാൻ തോറ്റു. ഇനിയിപ്പോ മെമ്പർ വരുമ്പോ എന്തോ എടുത്ത് കൊടുക്കും? 10-60 വയസ്സായ മെമ്പർക്ക് എന്താ ചേച്ചി മാല? മെമ്പർ ഉള്ള മാല കിട്ടാ മതി. നിലവിളക്ക് എന്തി? അത് ചെവിയില്ലാത്ത കൊണ്ടുവരാന്നാ പറഞ്ഞിരിക്കുന്നത്. എടി ചെവിയിലെ അവിടെ വർത്താനം പറഞ്ഞിരിക്കണ്ട, വിളക്കിഞ്ഞു കൊണ്ടുപോവാ. ഒരു ഉദ്ഘാടനത്തിന് പോലെ വിളക്ക് കൊടുത്താൽ നമ്മളെ കൊണ്ടാ വിളക്കെടുപ്പിക്കുന്നത്. വിളക്ക് എടാ ദിവാകരൻ, ഒരു പാട്ട് വെക്കടാ. എടാ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന നാട്ടുകാരൊന്നും അറിയട്ടടാ. ഇപ്പൊ അറിയിച്ചേക്കാം. ഇതാരാടാ ഈ പാട്ട് വെക്കാൻ പറഞ്ഞത്? എന്റെ പൊന്നിയേച്ചി, അത് ഞാനങ്ങോട്ടല്ല, ചേച്ചിയുടെ ഭർത്താവ് എന്നെ കൊണ്ട് നിർബന്ധിച്ചിടിച്ചതാ. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കെട്ടിയ ഇതിനെ നീ പരിപാടി കുളവാക്കും. എന്റെ ഒരു വിധി. നിന്റെ അടുത്ത് പടക്കം മേടിക്കാൻ കാശ് തന്നായിരുന്നല്ലോടാ? തന്നായിരുന്നു. എന്നിട്ട് എന്തിയാണോ പടക്കം? അത് ഞാൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാ. കേരളത്തൊന്നും ഞാനത് ഫ്രീസറിനകത്ത് വെച്ചേക്കുന്നത്. ഈ മണിക്കൂട്ടിനൊരു കാര്യമായിട്ട് അയച്ചതാ, അത് നമുക്കറിയാലോ. ഈ മെമ്പർ വരുമ്പോ ഞാൻ എന്തോ എടുത്ത് പൊട്ടിക്കും. ചേച്ചി മെമ്പർ ഇതോടെ പോയി കിടക്കാം. എനിക്കറിയത്തില്ല കൊച്ചേ. അയ്യോ സരള ചേച്ചി ഇങ്ങോട്ട് വന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെമ്പറുടെ വീട്ടിൽ ചെന്നപ്പോഴേ അവരാ വാതിൽ തുറന്ന് ഇറങ്ങി വന്നത്. യോ മെമ്പറിന് മേക്കപ്പ് ഇല്ലാതൊന്നും കാണണം, വായിക്കാത്ത ഒരൊറ്റ പല്ലുമില്ല. അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്റെ മെമ്പറെ, ഞാൻ ഇപ്പം മെമ്പറിന്റെ കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നെ അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നേക്കുന്നത്. എന്തൊരു ഗ്ലാമറ മെമ്പറേത്. പല്ലുമിറ്റ് നല്ല മുല്ലമുട്ട് പോലെയല്ലേ ഇരിക്കുന്നത്. എന്താ മെമ്പറെ ഈ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം? ഒന്ന് പറഞ്ഞതാ. മെമ്പറെ, ഈ തലമുടി എന്താ മെമ്പറെ വെളുത്തിരിക്കുന്നത്? അത് അരിപ്പൊടിക്കാൻ വെള്ളൂർക്കാലത്തിന് പോയതാ. ട്രൈ ചെയ്യാൻ പറഞ്ഞതാ. നീ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, മെമ്പർക്ക് ഒന്നിനും സമയമില്ലെന്ന് പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു അയൽക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയുടെ ആധ്യേയമായ പ്രാർത്ഥന ഗാനം ആലപിക്കുന്നത് ഈ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ്. അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെയ്താലോ കൂലിയും തുച്ഛമാ, പുല്ലു പറയും
പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ രോമാഞ്ചകഞ്ചുകമായ സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മിനിമോൾ മെമ്പറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. മിനിമോൾ മെമ്പറെ ഈ കർമ്മം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ശരിക്കും ഒരു ഏഴ് തന്നെയാണ്. അല്ല, ഒരുമയുണ്ടെങ്കിൽ ഉടക്കപ്പുറത്തും കിടക്കാൻ തെളിച്ചവരാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും. നമ്മളെ സമയം ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഈ ഒരുമയിൽ അമ്മച്ചിമാരും ചേച്ചിമാരും വളരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നേട്ടത്. 18 വയസ്സായ നമ്മൾ അമ്മച്ചിമാര് ഈ മുതുക്കി തള്ള ചെറുപ്പക്കാരി മേക്കപ്പെട്ടോണ്ട് ഒരുങ്ങിയതിന് വന്നേക്കുമല്ലേ പെണ്ണുമ്പിള. ആരുടെ മുതുക്കി തള്ളി? നിങ്ങൾ തന്നെ. ഒരു വക തരികട വർത്താനം എടുത്ത് പറഞ്ഞാലിട്ടില്ല. എന്റെ നേരെ കൈ ചൂണ്ടിയിട്ടില്ല. കൈ ചൂണ്ടി എന്താ ചെയ്യൂലേ? സ്വഭാവം നിനക്കറിയില്ല. എന്റെ സ്വഭാവം നമ്മളൊരു പരിപാടി നടത്തുമ്പോ ഇങ്ങനാണോ നിന്റെ ഭാഷ ശരിയല്ല. ഒന്നും ഇടല്ലാതെ പ്രായത്തിൽ മാനിക്കണ്ടേ എന്നമ്മേ? ഇങ്ങനാണോ നീ പ്രതികരിക്കുന്നത്? ഞാൻ ചോദിക്കാം, എന്താ നമ്മുടെ കാര്യം? അല്ല, അവള് പറഞ്ഞത് കേട്ടില്ലേ? മുതുക്കിട്ടുള്ളേ മുതുക്കി തള്ളേന്ന് അവള് പറഞ്ഞതിന് ശേഷം നീ അവളെ തല്ലൂ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. നീ ഉദ്ഘാടനം ചെയ്യണ്ടേ? നീക്ക് ഒരുമകളല്ലടി, എരുമകളാണ്. ഞാൻ അപ്പഴേ പറഞ്ഞ ഈ കിളവി വിളിക്കണ്ടെന്ന്. അടുത്ത അജണ്ട വിളിക്കും പ്രസിഡന്റെ. അടുത്തതായി സെക്രട്ടറി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എടി ജമീലെ, നല്ല 4 വർത്താനം പറഞ്ഞേക്കണം. എടത്തി വേഗര ആ മൈക്കിന്റെ ഓടി നല്ലോണം ഒന്ന് കൂട്ടിയിട്ടാ അവളുടെ തറവാട് വരെ കേക്കട്ടെ. ഓളിയും കൂട്ടാൻ കാഴ്ച കൂടും. എന്നാ ഉള്ള ഓളിയെ മതി. അതാണല്ലേ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരുമ അയൽക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ വാർഷികത്തിൽ എനിക്ക് നല്ല 2 വാക്കുകൾ പറയാനുണ്ട്. നമ്മൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് കണ്ടുവരുന്നത്. അത് തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിലും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പാടത്തും പറമ്പിൽ പുല്ല് പറിച്ചാൽ നമുക്ക് സർക്കാർ നൽകുന്നത് വെറും 150 രൂപയാണ്. അതേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാർക്ക് സർക്കാർ നൽകുന്നത് കോടികളാണ്. ഇത് അനുവദിച്ചുകൂടാ. ഒരു അയൽക്കൂട്ടത്തിലെ ചെറുപ്പക്കാരിയും സുന്ദരികളുമായ സ്ത്രീകളെ ഒരു ടീമാക്കി ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ട നമുക്കും കിട്ടില്ലേ കോടികൾ? കോടികൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു സ്പോർട്സ് ഫാമിലിയാണ്. സ്പോർട്സ് ആക്കി മാറ്റിയ ടിവിയിൽ ക്രിക്കറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്റെ ഭർത്താവിനോട് ഒരു വെള്ളം പോലും കൊടുക്കാറില്ല. ഇത് കേട്ടതൊന്നും അല്ലാത്ത ദിവസം കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾക്ക് ക്രിക്കറ്റുകൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞതാ കേൾക്കട്ടെ. ക്രിക്കറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ടക്കാട്ടം പന്തെടുത്ത് കാലുകൊണ്ട് തട്ടി 10-20 രൂപ വെട്ടിച്ച് വലയിലോട്ട് അടിച്ചു കയറ്റപ്പോഴല്ലേ ചേച്ചി റൺസ് കിട്ടുന്നേ? ഇപ്പറഞ്ഞത് ക്രിക്കറ്റ് അല്ല, ഹോക്കിയാ. ഹോക്കി എന്റെ ചേട്ടൻ നന്നായിട്ട് കളിക്കും. ഫുട്ബോളോ? അല്ല, ചീട്ട് മുച്ചീട്ട്. അത് നിന്റെ കെട്ടിയാണ് വേറെ പണിയില്ലാണ്ട് കളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാ, സർക്കാരിന്റെ ഈ തെറ്റായ നടപടിക്കെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ. ജഡ്ജസിനുള്ള മാർക്ക് വരുന്നുണ്ട്. എന്നെ കൂടെ തെറ്റിച്ച് മാർക്കാണല്ലോ ജഡ്ജസ് വരുന്നത്. ഇവിടെ ഒച്ചോണ്ടാക്കാം. സാറേ, എന്റെ മോള് കളിക്കുന്നുണ്ടേ. 2ാമത്തെയാണ്. നല്ല മാർക്ക് ഇടണം കേട്ടോ. ഞാൻ സാറിന് വേണ്ട രീതി കണ്ടോളത് കഴിയുമ്പോ. വേണ്ട, എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കണ്ട. നല്ലപോലെ കളിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഞാൻ പൈസ കൊടുക്കത്തുള്ളൂ. സാറേ, വെള്ളം വേണ്ട, ഒരു സോഡ മതിയായിരുന്നു. സോഡ എന്തിനാ സാറേ? ഒരു ബോട്ടിൽ ഇപ്പം അടിക്കാൻ വേണ്ടിയാ. സോഡ തന്നെ സ്വാധീനിക്കാൻ. എന്റെ മോളെ 3ാമത് കളിക്കുന്നു സാറേ. സാറേ, സോഡ തരാം സാറേ. വേണ്ട, എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്ന കുട്ടിക്ക് പൈസ കൊടുക്കത്തുള്ളൂ. സാറേ, എന്തിനാ പുൽക്കാട് അടി വെച്ചിരിക്കുന്നത്? അത് ഞങ്ങൾ ബുദ്ധിജീവികളുടെ ഒരു സിഗ്നലാണ്. അയ്യോ, അപ്പൊ ഈ മുട്ടനാടിനൊക്കെ എന്നാ ബുദ്ധിയായിരിക്കും. എനിക്ക് വേറെ മാർക്കിടാൻ പോകണ്ട പറഞ്ഞേക്കാം. സിസ്റ്റം വിളിച്ചേ. ഈ വേദിയിൽ നൃത്ത മത്സരം ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 1.
മാർക്കിടാൻ പോയിരുന്നെങ്കിൽ എന്റെ